ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, 2 വർഷമായിട്ട് എവിടെ പോയി? ഇതിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു 3 പേരെങ്കിലും എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ നീ ഇപ്പോൾ വീഡിയോസ് ഇടാത്ത, നിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ റിയലി എൻജോയ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ 2 വർഷം അങ്ങ് ദുബായിൽ മണലാരണ്യത്തിലായിരുന്നു. വെറുതെ പറഞ്ഞത് കേട്ടോ, മണലാരണ്യത്തിലൊന്നല്ല, ദുബായിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ അവിടെ പോയി 2 വർഷം അവിടെ നല്ല അടിപൊളിയായിട്ട് നിന്നു. പിന്നെ ഞാൻ നാട്ടിലോട്ട് തന്നെ പോന്നു. എനിക്കവിടെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണതെന്ന് വെച്ചാൽ നമ്മൾ ഡെസേർട്ട് സഫാരിക്കാണ് പോകുന്നത് ദുബായിൽ. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയ സ്ഥലമാണിത്. അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു ഡെസേർട്ടിലേക്ക്. നമ്മൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് ഈ ഒരു യാത്ര സ്പോൺസർ ചെയ്തതാണ്. ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സ്ഥിരമായിട്ട് ഐറ്റംസ് വാങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. ആ ലക്കി ഡ്രോയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് ഈ ഒരു ഡെസേർട്ട് സഫാരി എന്നുള്ളത്. അപ്പോൾ വണ്ടി നമ്മൾ തന്നെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ആ ഡെസേർട്ട് സഫാരിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ്. നമുക്ക് കൂപ്പൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ കൂപ്പൺസ് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഫ്രീ ആയിട്ട്. അങ്ങനെ പാപ്പീനെ ഞങ്ങൾ വണ്ടിയുടെ മേലൊക്കെ കയറ്റിയിരുത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും വലിയ പ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. കുറേ മണലാരണ്യവും മലയും, അതും ഈ മണ്ണിൻ്റെ മലയുണ്ടല്ലോ, അങ്ങനത്തെ മലയായിരുന്നു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കുറേ ദുബായ് ഐറ്റംസ്, നമ്മൾ പണ്ടത്തെ ദുബായ് പെട്ടിയൊക്കെ പൊട്ടിക്കുമ്പോൾ ഒക്കെ ഉള്ള ഷോ പീസുകളുണ്ടല്ലോ, ഷോക്കേഴ്സിൽ വയ്ക്കാനുള്ളത്, അങ്ങനത്തെ കുറേ ഷോ പീസുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഡ്രസ്സ് വാങ്ങണമെങ്കിൽ വാങ്ങാം. അപ്പം ഈ ഡെസേർട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, തലയിൽ ഒരു തുണിയൊക്കെ ഇട്ടിട്ട്, അതൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. ഞങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല. അങ്ങനെ നമ്മൾ വീണ്ടും യാത്രയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് റേസ് ചെയ്യുന്നൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊരു പാർക്ക് പോലൊരു തീം പാർക്ക് പോലത്തെ സംഭവമാണ്. പക്ഷേ അതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് ക്യാമൽ റൈഡും ഉണ്ട്, പിന്നെ റേസിങ്ങിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിർത്തി. എനിക്കിത് വലിയ ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കണ്ട് അപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഒട്ടകത്തിനൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ക്യാമൽ റൈഡൊക്കെ ചെയ്യാം. ഞങ്ങൾ പക്ഷേ അവിടെ കുറച്ച് നേരം ഇരുന്ന് ചില്ലായുള്ളൂ. കണ്ടോ, ഇങ്ങനെ ഒരു സ്കൂട്ടർ പോലത്തെ സംഭവമാണ് എല്ലാവരും അവിടെ ഓടിച്ച് നടക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് വലിയ ത്രില്ലൊന്നും തോന്നിയില്ല കേട്ടോ. ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ പേര് നിൽക്കാനിരിക്കാനും സ്ഥലമില്ലാതെ ഫുൾ അതിൽ ഓടിച്ചുകൊണ്ട് നടക്കണേ. എനിക്കതിൽ വലിയ ത്രില്ലൊന്നും തോന്നിയില്ല. പിന്നെ നോക്കിയപ്പോൾ നല്ല പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനില്ല, സജേട്ടൻ വേണമെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ സജേട്ടനും പോയില്ല, ഞാനില്ലാത്തതുകൊണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഭയങ്കര തിക്കും തിരക്കും ബഹളം പോലെയായിരുന്നു കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി എനിക്ക്. ആ ഒട്ടകത്തിൻ്റെ വായിൽ കെട്ടിരിക്കണ കപ്പ് പോലത്തെ സംഭവം കണ്ടോ? അത് ഒട്ടകം കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിരിക്കുന്ന കേട്ടോ. ഇവിടുത്തെ ഒട്ടകങ്ങൾ ഭയങ്കര അപകടകാരികളാണ്, നമ്മളെ പിടിച്ച് കടിക്കും. അപ്പോൾ നമുക്കത് വളരെ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ടാണ് അവരതങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന് കെട്ടിവെച്ചതിൻ്റെ ഒരു ദേഷ്യം ഒട്ടകത്തിൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ സജേട്ടൻ പോയിട്ട് അതിന് ഒഴിഞ്ഞൊക്കെ കൊടുക്കണ്ടായിരുന്നു. പക്ഷെ അതിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതിന് ഒന്നാമത് കെട്ടിവെക്കാൻ ഇഷ്ടമല്ല. ഒട്ടകത്തിന് എപ്പോഴും അതിൻ്റെ സ്വസ്ഥതയിൽ ഇങ്ങനെ നടക്കാനാണല്ലോ അതിന് താല്പര്യം. അങ്ങനെ കുറച്ച് നേരം അത് അവിടെ നിന്ന് കണ്ടു. എനിക്കിത് എന്തോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇതിനെക്കാട്ടും ഇഷ്ടം പച്ചപ്പും ഹരിതാപൊക്കെയാണ്, ഡെസേർട്ടിനെക്കാട്ടൊക്കെ ഇഷ്ടം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ
ഡെസേർട്ടിലോട്ട് പോവാണ്. ഡെസേർട്ടിൽ ചെന്നിട്ട് നമുക്ക് വമ്പൻ പരിപാടികളൊക്കെ ഉണ്ട്. കുറേ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ മൊബൈലിലെ ചാർജ് തീർന്ന് മൊബൈൽ സ്വിച്ച് ഓഫ് ആയി ലാസ്റ്റ് ആയപ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ കുറച്ചൊക്കെ പച്ചപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അത് കുറേ വീഡിയോ എടുത്തു. അത് കുറേ വീഡിയോ എടുത്തുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് എൻ്റെ മൊബൈലിലെ ചാർജ് തീർന്നു ലാസ്റ്റ് ആയപ്പോൾ, സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഫുൾ ഒട്ടകങ്ങൾ റോട്ടിൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കുന്നുണ്ട്. ചില ഒട്ടകങ്ങളുടെ കാല് കെട്ടിട്ടിട്ടുണ്ട്. അത് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ റോഡ് സൈഡിലാണല്ലോ ഒട്ടകങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഈവനിങ് ടൈമാണ് കേട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ട് അധികം ചൂട് കുറഞ്ഞ് വരുന്നൊരു സമയമാണ്. അപ്പോൾ അത്യാവശ്യം ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്താറായി. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പാർക്കിംഗ് സ്ഥലം. അപ്പോൾ ഞാനും പാപ്പി മുന്നേ ഇറങ്ങി. എനിക്ക് അത്യാവശ്യം ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ബെല്ലി ഡാൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഇരുന്ന് കാണാം എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്താണ് ഈ തത്തി നടക്കണേന്ന് വെച്ചാൽ എൻ്റെ കാല് ഒന്ന് മടങ്ങിയിരുന്നു കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ എനിക്ക് കാല് തീരെ നിലത്ത് വയ്ക്കാൻ പറ്റാത്തതിൽ ഞാൻ ഞൊണ്ടിയിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഡെസേർട്ടിലോട്ട് പോവാണ്. നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ലാൻഡ് ക്രൂയിസറിലാണ് കേട്ടോ ഡെസേർട്ടിൽ പോകുന്നത്. കാരണം പോകുന്ന വഴി നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ്. മണലേക്കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് സാധാരണ വണ്ടിയിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ലാൻഡ് ക്രൂയിസറിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ലാൻഡ് ക്രൂസർ വണ്ടി ഓടിക്കുന്ന ആൾ നല്ല എക്സ്പേർട്ടാട്ടോ. അയാൾ എന്തൊരു അടിപൊളിയായിട്ടാണ് വണ്ടി ഓടിക്കണേന്നല്ലോ. മല പോലെ കിടക്കുന്ന മണലിലേക്കൊക്കെ എന്തൊരു ഈസി ആയിട്ടാണ് അയാൾ വണ്ടി ഓടിച്ച് കയറ്റണേന്നറിയോ. ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഒരു ഫിലിപ്പീനി ഫാമിലിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചിയും അതിൻ്റെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഡെസേർട്ടിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് പാക്കേജിലുള്ളത് തന്നെയാണ് ക്യാമ്പ്. പേടി തോന്നുന്നുണ്ട്. അതിനനുസരിച്ച് ത്രില്ലുണ്ട്. ബിവറേജ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അതിൽ ബെല്ലി ഡാൻസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. നമുക്ക് ഫയർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് ബൊഫെ പോലെയായിരുന്നു. ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് എടുത്ത് കഴിക്കാം. അങ്ങനെയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളവിടെ എത്തി. ആ ക്യാമ്പിലെത്തി. അപ്പോൾ ഒരാൾ ഒരു ഫാൽക്കനെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു അറബി. വേണമെന്നുണ്ടെങ്കിൽ ഫാൽക്കനെ നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി, പക്ഷേ ഞാനതിന് വെച്ചില്ല. എനിക്ക് പേടിയായി അതിൻ്റെ കൊക്കൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ഇതങ്ങനെ കുത്തിയാലോ എന്ന് വിചാരിച്ചിട്ട്. ഞങ്ങൾ മുന്നേ ഒരു ഡെസേർട്ട് സഫാരിക്ക് പോയിട്ടുണ്ടായിരുന്നു, ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയ സമയത്ത് അതിൻ്റെ കണ്ണൊക്കെ മൂടി വെച്ചിട്ടുള്ളതായിരുന്നു ഫാൽക്കൺ ഉണ്ടായിരുന്നത്. ഇതിന് കണ്ണൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ എനിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിയായി ഇതെങ്ങനെ കൊത്തുമെന്ന്. അതുകൊണ്ട് ഞാൻ വെച്ചില്ല കേട്ടോ.
പിന്നെ നമ്മൾ ഒട്ടക സഫാരിക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ പാക്കേജിൽ തന്നെ ഉള്ളതായിരുന്നു. നമുക്ക് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അപ്പം ഞങ്ങൾ 3 പേരും ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ കയറി കുറച്ച് സഫാരി ചെയ്തു. അത് അധികം ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഒരു 30 ദർഹം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അധികം സമയം ആ ഡെസേർട്ടിൽ നടത്തിക്കും. അപ്പോൾ എനിക്കതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ആ പാക്കേജിലുള്ളത് തന്നെ മതിയെന്ന്. നമ്മളൊരു ബഡ്ജറ്റ് യാത്രയായിരുന്നു. കാരണം നമ്മൾക്ക് കാറൊക്കെ ബുക്ക് ചെയ്ത് പോകേണ്ടി വന്നതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ അങ്ങനെ പൈസ ചിലവാക്കണ്ട, പാക്കേജിലുള്ളത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടകത്തിന് സഫാരിയൊക്കെ ചെയ്ത് അടിപൊളിയായി. ഈ കാണുന്നതാണ് ക്യാമ്പ് കേട്ടോ. ഇവിടെ ഒരു സ്റ്റേജും ചുറ്റിന് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റിൽ പോയിട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധികം ഇങ്ങനെ കറങ്ങാനൊന്നും നിന്നില്ല. കുറച്ച് നേരം സൺസെറ്റ് കണ്ട് നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമ്പിൻ്റെ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഡെസേർട്ട് സഫാരിയുടെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ബെല്ലി ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം ഒരു ചേച്ചി വന്നിട്ട് നല്ലപോലെ ഡാൻസൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും വേറൊരു ചേച്ചി വന്നിട്ട് കളിച്ചു കേട്ടോ. ഈ സമയമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഫോണ് അലാം അടിച്ച് തുടങ്ങി, സ്വിച്ച് ഓഫ് ആവാറായി, ചാർജ് തീർന്നു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന് ശേഷമുള്ള പരിപാടീസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു ഫയർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു, വമ്പം പരിപാടി, കിഡിലം പരിപാടിയായിരുന്നു. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും എന്താ നമുക്ക് ബെല്ലി ഡാൻസ് എടുക്കാൻ പറ്റില്ല. ആ ഹാപ്പിയിൽ ഞാൻ അത്യാവശ്യം ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.